ഇവിടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പലർക്കുമുള്ള സംശയമാണ് SSC CGL എക്സാമിനും CHSL എക്സാമിനും എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ റിസർവ് ലിസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളത്. എന്നാൽ SSC വെയിറ്റിംഗ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. പകരം ഒരു സിംഗിൾ സ്റ്റേജ് റീ അലോക്കേഷൻ പ്രോസസ്സാണ് SSC കൊണ്ടുവന്നത്. സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയും. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അതായത് നമുക്ക് ഒരു CGL എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ CGL എക്സാമിനേഷൻ്റെ റിസൾട്ട് ഒരു ഇനീഷ്യൽ റിസൾട്ട് വരും, ഒരു ടെൻഡേറ്റീവ് റിസൾട്ട് അവർ ആദ്യം അനൗൺസ് ചെയ്യും. അത് ഈ നോർമൽ പ്രോസസ്സ് തന്നെ. ടയർ 2 കഴിഞ്ഞതിന് ശേഷം ടിയർ 2 നിങ്ങളുടെ ഓപ്ഷൻ പ്രിഫറൻസ് ചോദിക്കും, പോസ്റ്റ് പ്രിഫറൻസ് ചോദിക്കും. പോസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. നമ്മളെ എക്സാമിനേഷൻ അല്ലെങ്കിൽ +1 ഒക്കെ അലോട്ട്മെൻറ്റിന് നമുക്ക് സിംഗിൾ വിൻഡോ രീതിയിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നതിന് ശേഷം ഒരു 10 ദിവസത്തെ ഗ്യാപ്പ്, ആ 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ അതാത് റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ, അതായത് നമ്മളേതാണെങ്കിൽ KKR കേരള കർണാടക റീജിയൻ്റെ റീജിയണൽ ഡയറക്ടർ ഓഫീസായ ബാംഗ്ലൂരിൽ നമ്മൾ പോയിട്ട് നമ്മളെ ഈ പോസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം. അതായത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഐദർ ഫിക്സ് ഓർ ഫ്ലോട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പോസ്റ്റ് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കതിൽ ഫിക്സ് കൊടുക്കാം. അത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ഫിക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നീട് ഓപ്ഷൻസ് ഒന്നും മാറ്റാൻ പറ്റില്ല. എന്നാൽ മറിച്ച് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ല, അതിൻ്റെ താഴോട്ടുള്ള പ്രിഫറൻസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമുക്ക് ഒന്നുകിൽ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലോട്ട് കൊടുക്കാം. സോ ഫ്ലോട്ട് ഓപ്ഷനാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോസ്റ്റ് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ, അതായത് നമ്മളെ നെക്സ്റ്റ് പ്രിഫറൻസിന് നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് വന്നിട്ട് ആ ടെൻഡേറ്റീവ് റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് SSCയുടെ റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ പോകണം. റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ ആ 10 ദിവസത്തിനുള്ളിൽ എത്താത്ത ആൾക്കാരെല്ലാവരും ആബ്സെൻറ്റീസ് ആയിട്ട് മാർക്ക് ചെയ്യും. അത്തരം പോസ്റ്റുകളെല്ലാം ആബ്സെൻറ്റ് പോസ്റ്റുകളും, അതായത് അത്തരം പോസ്റ്റുകൾ ഫില്ല് ചെയ്യാത്ത പോസ്റ്റുകളായിട്ട് മാറപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങളവിടെ SSCയുടെ റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫിക്സ് ഓർ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഫിക്സ് ഓപ്ഷനും കൊടുക്കും, ഫ്ലോട്ട് ഓപ്ഷനും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആബ്സെൻറ്റീസ്, സപ്പോസ് ഒരാൾ ലെവൽ 6 പോസ്റ്റാണ് കിട്ടിയത്, അദ്ദേഹം ലെവൽ 6ൻ്റെ ബോർഡറിലാണ്, ലെവൽ 7ൻ്റെ ബോർഡറിലാണ്, ജസ്റ്റ് കുറച്ച് മാർക്ക് കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹം ലെവൽ 7 കിട്ടുമായിരുന്നു എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ ലെവൽ 6 ആണ് അദ്ദേഹം കൊടുത്തത്. അവിടെ പോയിട്ട് അദ്ദേഹം ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലെവൽ 7 ഓപ്റ്റ് ചെയ്ത് ആരെങ്കിലും ആബ്സെൻറ്റീസ് ആയിട്ടുണ്ടെങ്കിൽ, ലെവൽ 7 ഓപ്റ്റ് ചെയ്ത് ആരെങ്കിലും ആബ്സെൻറ്റീസ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം ആബ്സെൻറ്റീസ് ആയിട്ടുള്ള വേക്കൻസീസ് കൺസിഡർ ചെയ്തിട്ട് രണ്ടാമതൊരു റീ ലിസ്റ്റ്, അതായത് ഫൈനൽ ലിസ്റ്റ് പുറത്തിടും. ആ ഫൈനൽ ലിസ്റ്റിൽ ആബ്സെൻറ്റീസിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ റാങ്ക്, ഇദ്ദേഹം ഒരു 5 റാങ്ക് പിറകിലാണ്, ഈ ലെവൽ 6 കിട്ടിയ ഒരാൾ 5 റാങ്ക് പുറകിലാണെങ്കിൽ ഒരു 5 പേരെങ്കിലും ആബ്സെൻറ്റീസ് ആയിട്ട് ലെവൽ 7 ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ലെവൽ 7 കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾ എത്രത്തോളം ആബ്സെൻറ്റീസ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ആ ആബ്സെൻറ്റീസിനനുസരിച്ച് തൊട്ട് താഴെ, അതായത് നമ്മൾ ആ ഇനീഷ്യൽ ടെൻഡേറ്റീവ് കട്ട് ഓഫ് എത്രയാണോ അതിൻ്റെയും കുറച്ച് താഴെ കൂടിയുള്ള ആൾക്കാരെ കൂടി നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനധികം ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 ഉത്തരങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത് നമ്മൾ വർക്ക് ഓൾറെഡി ഒരു പോസ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഇതധികം ആബ്സെൻറ്റീസ് ആവാൻ സാധ്യതയുള്ളൂ. ഓൾറെഡി ഒരു പോസ്റ്റ് കിട്ടിയ ആൾക്കാർ, സപ്പോസ് ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ ഓപ്റ്റ് ചെയ്യുക ടാക്സ് അസിസ്റ്റൻ്റിൻ്റെ മുകളിലോട്ടുള്ള പോസ്റ്റുകളായിരിക്കും. ടാക്സ് അസിസ്റ്റൻ്റിൻ്റെ മുകളിലോട്ടുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഓപ്റ്റ് ചെയ്യും. താഴോട്ടുള്ള പോസ്റ്റുകൾ ഓൾറെഡി തന്നെ അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ പ്രിഫറൻസിൽ അദ്ദേഹം കൊടുക്കില്ല. പോസ്റ്റൽ അസിസ്റ്റൻറ്റും അങ്ങനത്തെ പോസ്റ്റുകൾ താഴോട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം കൊടുക്കാൻ സാധ്യത കുറവാണ്. ടാക്സ് അസിസ്റ്റൻറ്റിനെ വീണ്ടും കൊടുക്കാം, കാരണം അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതാത് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ സെയിം പോസ്റ്റ് തന്നെ വീണ്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ പോസ്റ്റ്, അതായത് ആബ്സെൻറ്റീസ് ആവുന്ന ഒരാൾ എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെയുള്ള പോസ്റ്റ് കിട്ടിയ ഒരാളായിരിക്കണം. അത്തരം പോസ്റ്റ് അവർ ഓപ്ഷൻ പ്രിഫറൻസിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത്തത്, ആദ്യത്തെ റിസൾട്ട് വന്നിട്ട് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് തീരുമാനം എടുക്കാനാണ് പറയുക. പക്ഷേ ഈ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ് അലോട്ടഡ് ആയിരിക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിലൊരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പോസ്റ്റ് കിട്ടി, സപ്പോസ് നിങ്ങൾക്ക് താഴത്തെ ഒരു പോസ്റ്റാണ് കിട്ടിയെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒരു പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് കിട്ടിയത്. പോസ്റ്റൽ അസിസ്റ്റൻ്റ് ഒരു പോസ്റ്റ് കിട്ടിയിട്ട് നിങ്ങളോട് 10 ദിവസത്തിനുള്ളിൽ നിങ്ങളത് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാനാണ് പറയുന്നത്. പോയിട്ട് നിങ്ങളെ ആധാർ വെരിഫിക്കേഷൻ വഴി, നിങ്ങൾ റീജിയണൽ ഡയറക്ടർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ ഒതൻറ്റിക്കേഷൻ വഴി നിങ്ങൾ പോസ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫിക്സ് ആണ് അല്ലെങ്കിൽ ഫ്ലോട്ട് ആണെന്നുള്ളത് ഓപ്റ്റ് ചെയ്യാൻ പറയും. സപ്പോസ് നിങ്ങൾ ഡെഫിനറ്റ്ലി പോസ്റ്റൽ അസിസ്റ്റൻ്റ് കിട്ടിയ ഒരാൾ തൊട്ട് മുകളിലത്തെ കിട്ടുമോ നോക്കിയിട്ട് എന്തായാലും അവിടെ പോയിട്ട് ഫിക്സ് ഓപ്ഷനോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഓപ്ഷനോ കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും പോസ്റ്റൽ അസിസ്റ്റൻ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആണ്, അത് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ മിക്കവാറും ജോയിൻ ചെയ്യാതിരിക്കൂ.
അപ്പോൾ ആ ജോയിൻ ചെയ്യുകയോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്, പൊതുവേ താഴോട്ട് റാങ്കിലുള്ള ഒരാൾ തീരുമാനിക്കുന്നത് നിങ്ങൾ സ്റ്റേറ്റ് പ്രിഫറൻസോടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓപ്ഷനോടെ വന്നതിന് ശേഷമായിരിക്കും കൂടുതലും. അപ്പം ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഒരുവിധ എല്ലാ ആൾക്കാരും മിക്കവാറും പോയിട്ട് എന്ത് തന്നെ കൊടുക്കും, ഈ പോസ്റ്റ്, അതായത് ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഓപ്ഷൻ എന്തായാലും കൊടുക്കും. സോ എല്ലാ ആൾക്കാരും വന്നിട്ട് ഫ്ലോട്ട് ഓപ്ഷനോ ഫിക്സ് ഓപ്ഷനോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ കട്ട് ഓഫിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർക്ക് വലിയ കാര്യമില്ല. അപ്പം ഇതിനെക്കൊണ്ട് എനിക്ക് തോന്നുന്നത് വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ തൊട്ട് താഴെ കട്ട് ഓഫിൻ്റെ തൊട്ട് താഴേക്ക് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. കാരണം ഇതാണ്, ഒന്ന് സ്റ്റേറ്റ് പ്രിഫറൻസ് വരാത്തത് കൊണ്ട് ഈ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആ 10 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കില്ല. അങ്ങനെ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം അതിൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പ്രിഫറൻസ് അവർ കൊടുക്കില്ല. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ എന്തായാലും പോയിട്ട് ജോയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഞാൻ എന്തായാലും ഈ അലോക്കേഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് സ്റ്റേറ്റ് പ്രിഫറൻസും ബാക്കി കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മളത് ജോയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഫൈനലി എത്തൂ. അതിന് കുറച്ചുകൂടി സമയം വേണം. പക്ഷേ ആ ഒരു ഫൈനൽ നോട്ട് ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റീഅലോക്കേഷൻ പ്രോസസ്സ് നടത്തുന്നില്ല. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ 10 ദിവസത്തിനുള്ളിൽ ആദ്യം തീരുമാനിച്ച ഒരാൾക്ക് മാക്സിമം, അതായത് ആ ഒരു എക്സാമിനേഷൻ സൈക്കിളിൽ മാക്സിമം അലോട്ട്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നത്. അത് നമുക്ക് എത്രത്തോളം അതിന് താഴേക്ക്, അതായത് കട്ട് ഓഫിനെക്കാട്ടും താഴെ കിടക്കുന്ന ആൾക്കാർ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാരും അതിൽ പോയിട്ട് ഫസ്റ്റ് ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ തന്നെയാണ് സാധ്യതകൾ. അത് ചെയ്യാത്ത ആൾക്കാർ ആദ്യം തന്നെ അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കാതിരിക്കും. ഇത്തരം കാര്യങ്ങൾ ആണ് SSCയുടെ ആ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് CGL Tier 1 വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.